തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. കണ്ണൻ അങ്ങനെ ആരെക്കുറിച്ചും മതിപ്പോട് സംസാരിക്കാറില്ല. എന്നാൽ ഈ പറയുന്ന സാഗറിനെ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. മഹിക്കോ അയാളെ ഭയങ്കര വിശ്വാസമാണെന്ന് കണ്ണൻ പറഞ്ഞല്ലോ. അല്ലെങ്കിലും സാഗറിനൊപ്പം ഞാൻ പോകുന്നതിന് പലരും പലതും പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്കിയിട്ട് ഇല്ലാതാക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇനി കുറച്ച് ദിവസം നമ്മുടെ ഡ്രൈവർ ലീവാ. ആ ദിവസങ്ങളിൽ സഹായത്തിന് സാഗറിനെ വിളിച്ചോ. അവന്റെ മനസ്സിൽ മഹിയോട് ആഴത്തിലുള്ള സ്നേഹമുള്ളത്. അത് അവൾ ഒരിക്കലും മുതലെടുക്കാൻ പാടില്ല. അവന്റെ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് അവനെ കറിവേപ്പിലയാക്കാൻ പാടില്ല. നീ നോക്കിക്കോ, തൊട്ടടുത്ത ഏതെങ്കിലും ദിവസം തന്നെ കണ്ണൻ നിന്നോട് വിളിച്ച് പറയും, ആ മഹാലക്ഷ്മിയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ. എടാ, അക്കാര്യത്തിൽ ഇനി കൂടുതൽ ചിന്തയൊന്നും വേണ്ട മോനെ. അതാണ് നടക്കാൻ പോകുന്നത്. നീ കുറിച്ചു വെച്ചോ. എടാ, അതേ അഭിപ്രായം തന്നെയാണ് ലേഖയ്ക്കും. നിനക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നിന്നെ എഴുന്നേപ്പിച്ച് നടത്താൻ വേണ്ടി അവളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുമുണ്ട്. അതൊക്കെ പക്ഷേ 100% സത്യസന്ധമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ. ഞാനും മഹിയും കൂടെ തോമസ് വൈദ്യനെ കാണാൻ പോയല്ലോ. ആ സമയത്ത് മഹിയുടെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോ അവളുടെ മനസ്സിൽ കളങ്കമില്ലെന്ന കരുതിയെ. വൈദ്യനും മഹിയെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അനന്തോട്ടൻ ഇങ്ങനെ ഒരു വാർത്ത എന്നോട് പറഞ്ഞേ. ആ വാർത്തയിൽ കഴമ്പില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഉണ്ടെങ്കിലോ എന്ന് ചിന്തിക്കാൻ മാത്രം താണ മനസ്സല്ല എന്റേത്. എന്റെ മഹിയെ സംശയിക്കുന്ന പോലും ദൈവനിന്ദയെ കരുതുന്ന കൂട്ടത്തില ഞാൻ. പ്രണയത്തിലകപ്പെട്ട കാമുകന്റെ അവസ്ഥയാ നിനക്ക്. പ്രണയിക്കുന്ന പെണ്ണിനെ പറ്റി സുഹൃത്തുക്കൾ സത്യം പറഞ്ഞാലും പ്രണയം തലക്കുടിച്ച കാമുകൻ ഒന്നും വിശ്വസിക്കില്ല. നിന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വന്നവളാ മഹി. അതിന്റെ ഉത്തരം ഞങ്ങൾ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. ഈ വിഷയത്തെപ്പറ്റി നീ മഹിയും കൂടി ഇവിടേക്ക് വന്ന ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തതാ. ആ ചർച്ചയിൽ എനിക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. ദൈവം കൂട്ടിയോജിപ്പിച്ചതാ ഞങ്ങളെ. അതൊക്കെ ശരിയാ കണ്ണേട്ടാ. എങ്കിലും കണ്ണേട്ടന്റെ ഫിനാൻസേഴ്സില് ജോലി ചെയ്യുന്ന സാഗർ എന്ന ചെറുപ്പക്കാരൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ സത്യാവസ്ഥ നമുക്കറിയാൻ ശ്രമിക്കണ്ടേ? എടാ കണ്ണ, നീ മഹിയിൽ നിന്നൊന്നും മറച്ചു പിടിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാ ഇതേപോലൊരു സംഭവം ഉണ്ടായപ്പോ മഹി നിന്നോട് അതിനെപ്പറ്റി പറയാതിരുന്നത്? ഇപ്പൊ സാഗർ പറഞ്ഞിട്ടല്ലേ കണ്ണേട്ടൻ എല്ലാം അറിഞ്ഞത്. അനന്തോട്ടൻ പറഞ്ഞ പോലെ നേരത്തെ ഇതേപ്പറ്റി മഹിക്ക് കണ്ണേട്ടനോട് സൂചിപ്പിക്കായിരുന്നല്ലോ. അല്ല, അതിന് ഇങ്ങനൊരു സംഭവം നടന്നാലല്ലേ സൂചിപ്പിക്കാൻ പറ്റൂ. അപ്പോ സാഗർ പറഞ്ഞതൊക്കെ അവന്റെ സൃഷ്ടിയാണെന്നാണോ നീ പറയുന്നത്? എടാ, അതങ്ങനെ ആകാനേ വഴിയുള്ളൂ. അവൻ പറഞ്ഞൊക്കെ എന്റെ ഭാര്യയോട് ചോദിക്കാൻ പോലും എനിക്ക് മടിയാ. പിന്നെ നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇതിന്റെ അവസാനം കാണാൻ വേണ്ടിട്ട് അവനെ അവിടെ നിലനിർത്തിയിരിക്കുന്നത്. അത് വേണം. നിന്റെ സ്റ്റാഫായ ഒരുത്തൻ ഇത്രയും തന്റെ അടുത്തോടെ അവന്റെ ഗതികേട് പറഞ്ഞെങ്കിൽ അവിടെ അവനാണോ മഹിയാണോ ശരിയെന്ന് നീ മനസ്സിലാക്കി പറ്റൂ. ഞാൻ നിന്നോട് ബെറ്റ് വെക്കുക, എന്റെ ഭാര്യ തെറ്റ് ചെയ്യില്ലാന്ന്. ഇന്നലെ വരെ ഞങ്ങളുടെ സംശയം അങ്ങനെ തന്നെ ആയിരുന്നു, പ്രത്യേകിച്ച് മഹിയെ കണ്ട ശേഷം. എന്നാൽ ആദ്യം ഞങ്ങൾക്കിടയിലുണ്ടായ സംശയമുണ്ടല്ലോ, അത് ശരിയാണോന്ന് ഇപ്പൊ ഒരു തോന്നൽ. സ്വത്തും പണവും ആഗ്രഹിച്ചു വന്ന ഒരുവളാണോ ഈ പറയുന്ന മഹാലക്ഷ്മി എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടോ കണ്ണ? നീ കൊടുത്ത വിലപിടിപ്പുള്ള നെക്ലേസ് പോലും അയാൾ അയാളുടെ അമ്മയ്ക്ക് സമ്മാനിക്കുകയാണ് ചെയ്തത്. വിവാഹം കഴിഞ്ഞ് ഇന്നേ വരെ പണം ദൂർത്തടിക്കുന്ന രീതിയിൽ അയാൾ ഒന്നും ചെയ്തിട്ടില്ല. ആർഭാടങ്ങൾ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തില എന്റെ മഹി. ആയിക്കോട്ടെ കണ്ണേട്ടാ, എന്നാൽ ഇപ്പോ കണ്ണേട്ടനൊരു ബെറ്റ് വെച്ചല്ലോ. അതില് കണ്ണേട്ടന്റെ മഹി വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഉറപ്പിച്ചോ, കണ്ണേട്ടന്റെ മഹാലക്ഷ്മി ശരിക്കും ഒരു മഹാലക്ഷ്മി തന്നെയാണെന്ന്. ഞാനാണ് അവനെ വളർത്തിയത്, സാഗറിനെ.
കമ്പനി ഡ്രൈവർ ഉണ്ടായിട്ടും എന്തിനും ഏതിനും അയാൾക്കൊപ്പം അവനെ വിട്ടത് ഞാനാ. അതുകൊണ്ട് ഞങ്ങൾക്കിടയിലെ രഹസ്യങ്ങളൊക്കെ അവനറിയാം. അതോടൊപ്പം തന്നെ മഹിയുടെ സ്വഭാവം ഇതിനോടൊക്കെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അത് വെച്ച് എന്നെ മഹിയെ അകറ്റിയിട്ട് അതിനിടയിലേക്ക് നുഴഞ്ഞു കയറാനാ അവൻ ശ്രമിക്കുന്നത്. എടാ, നമ്മുടെ ബെറ്റിൽ നീയാണ് വിജയിക്കുന്നതെങ്കിൽ, നിന്റെ മഹി പരിശുദ്ധിയാണെന്ന് തെളിയാണെങ്കിൽ, ലേഖ പറഞ്ഞതുപോലെ പിന്നൊരു ചെറിയ കരട് പോലും നമ്മുടെ മനസ്സിൽ കാണത്തില്ലല്ലോടാ. എടാ, അയാൾ എന്റെ ഭാര്യ. എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. വളരെ കുറച്ചു ദിവസം മാത്രം കണ്ണേട്ടനൊന്ന് പിടിച്ചു നിന്നാ മതി. ആ, നമ്മൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളെങ്കിൽ മഹിയെ മഹിയുടെ വഴിക്ക് കണ്ണേട്ടന് വിടുകയും ചെയ്യാലോ. അതോ നിന്റെ മഹി തെറ്റ് ചെയ്താലും മഹിയെ കൂടെ താമസിപ്പിക്കാനാണോ നിന്റെ തീരുമാനം? എന്റെ മഹി തെറ്റ് ചെയ്യില്ല, പിന്നെ തെറ്റ് ചെയ്താലോ എന്നുള്ള പറച്ചിലൊന്നും വേണ്ട. കണ്ണ, എടാ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോടാ കണ്ണ. അറിയാം. നീ ഒരു കാര്യം ചെയ്. മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരമുണ്ട്. നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോവാം. അല്ല, കണ്ണേട്ടൻ ഇങ്ങനെ അമ്പലത്തിലൊന്നും പോവാറില്ലായിരുന്നല്ലോ. എന്റെ അച്ഛനെ അമ്മയെ അങ്ങ് വിളിച്ച ദൈവങ്ങളാ. അതുകൊണ്ട് ഭഗവതിയിൽ നിന്നകന്നാ ഞാൻ നടന്നത്. എന്നാലിപ്പോ അമ്പലത്തിനകത്ത് എന്റെ ഈ ഉരുട്ടുവണ്ടിയും കൊണ്ട് കയറാൻ പറ്റില്ല. പുറത്തുനിന്നെങ്കിലും ഒന്നും തൊഴണമെന്നൊരാഗ്രഹം. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോടാ. പിന്നെ ഇതുപോലൊരു സാഹചര്യം വരുമ്പോ ഞാൻ മനസ്സമാനത്തോടെ പൊട്ടിച്ചിരിക്കണോ? എന്റെ അച്ഛൻ, എന്റെ അമ്മ, അത് കഴിഞ്ഞാൽ നീയും ലേഖ ഉൾപ്പെടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവർക്കൊപ്പം സത്യമുള്ളവളാ എന്റെ മഹി. നമ്മുടെ പന്തയം നടന്നോട്ടെ. എങ്കിലും ഞാൻ ഒരിക്കലും അയാളെ അവിശ്വസിക്കില്ല. നയമുള്ളൊരു കുറുക്കൻ എന്റെ കമ്പനിയിലേക്ക് വന്നു. അവനെ കണ്ണുടച്ച് ഞാനും അയാളും വിശ്വസിച്ചു. അതിനെനിക്ക് കിട്ടിയ തിരിച്ചടിയായത്. ആ പന്തയത്തിന്റെ അവസാനം അത് തന്നെ തെളിയാൻ പോകുന്നേ. നമുക്ക് പെട്ടെന്ന് റെഡിയായി അമ്പലത്തിലേക്ക് പോകണം. ഞാനൊന്ന് കുളിച്ചോട്ടെ. നീ വാ. ഈശ്വര, ഈ പന്തയത്തില് ഞങ്ങൾ ജയിക്കണമെന്നില്ല. കണ്ണേട്ടൻ ചിന്തിക്കുന്നത് പോലെ എല്ലാം വരണേ ഭഗവതി. എന്റെ 12ാമത്തെ പിറന്നാളിന്
എൻ്റെ പേരിൽ അർച്ചനയും പായസമൊക്കെ കഴിപ്പിച്ചിട്ട് അന്നദാനത്തിനുള്ള രസീത് എഴുതിച്ച് അച്ഛൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് അപകടം ഉണ്ടായത്. എനിക്കറിയാലോട് അതൊക്കെ. അല്ല, അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്നുവെച്ചാ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങോട്ട് വരുന്നതെന്നർത്ഥം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്നെനിക്ക് താങ്ങും തണലുമായി ഒരാളെ ദേവി തന്നു. അങ്ങനെയുള്ളപ്പോ ദേവിയോട് ഇനി പിണക്കം പാടില്ല. പക്ഷെ ഇപ്പോ ഒന്നും പറയണ്ട. നീ പറയാൻ വരുന്ന എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ചിന്തകളൊക്കെ അവസാനം പൊളിയോടാ. അതിനുമുമ്പ് തന്നെ എനിക്ക് ദേവിയോട് മാപ്പ് പറയണം. വാ. അനന്തു, എന്നെ അമ്പലത്തിനകത്തൊന്ന് ഇരുത്താൻ പറ്റൂടാ? അതെന്തൊരു ചോദ്യോടാ. പഴയ കൊച്ചു പയ്യനൊന്നുമല്ല ഞാൻ. ഇപ്പൊ അസ്ഥിക്കൊക്കെ നല്ല ബലമാ. എന്നാലും നിന്നെ പൊക്കാനുള്ള ബലമൊക്കെ എന്റെ അസ്ഥികൾക്കുണ്ട്. വാ. അനന്തു, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദേവിയുടെ മുന്നിൽ കൈവൂപ്പുന്നത്. എൻ്റെ അച്ഛനുമായിട്ടാ അവസാനമായിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരിക്കലും അങ്ങനെ വരേണ്ടി വന്നിട്ടില്ല. അച്ഛൻ്റെ അമ്മയുടെ വേർപാട് മറക്കാൻ ബിസിനസ്സും തിരക്കായിട്ട് നടന്ന എൻ്റെ ജീവിതത്തിലേക്ക് ദേവിയെ പോലൊരു പെൺകുട്ടി കടന്നു വന്നു. എൻ്റെ മഹാലക്ഷ്മി. അവളിപ്പോൾ തെറ്റുകാരിയാണെന്ന് എനിക്ക് പ്രിയപ്പെട്ടവരൊക്കെ പറയുന്നു. പക്ഷെ എനിക്കറിയാം എൻ്റെ മഹാലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ അനന്തവനും ലേഖയ്ക്കും വേണ്ടി ഞാൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നോട് പൊറുക്കണേ. മഹാലക്ഷ്മി പരിശുദ്ധയാ, ദേവിയെ പോലെ തന്നെ. അതെന്നെ സ്നേഹിക്കുന്നവർ തിരിച്ചറിയട്ടെ. അതിനുവേണ്ടിയാ ഞാൻ ഈ പരീക്ഷണത്തിന് കൂട്ടുനിൽക്കുന്നേ. എൻ്റെ മഹാലക്ഷ്മിക്കെന്നും ദീർഘായുസും സന്തോഷവും സമാധാനം കൊടുക്കണേ ദേവി മഹാമായേ. അറിയോ മോനെ എന്നെ? പിന്നെ അമ്മയുടെ മുഖം മറക്കാൻ പറ്റുമോ? മോന്റെ മുഖവും ഈ അമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല. കണ്ണ, ആരത്? എടാ, വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആക്സിഡന്റ് ഉണ്ടായ ദിവസം എനിക്കൊരമ്മ അയ്യപ്പ വിഗ്രഹം തന്നെന്ന് പറഞ്ഞിട്ടില്ലേ? ആ അമ്മയാ ഇത്. അന്നൊരു തൃക്കാർത്തികയായിരുന്നു. എല്ലാ വീടിന്റെ മുന്നിലും ദീപങ്ങൾ തെളിയുന്ന ആ രാത്രിയിലാണ് മോന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. അന്ന് എന്തെങ്കിലും അത്യാഹിതം നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു.
എന്നുവെച്ചാൽ മോന്റെ ജാതകവശാൽ ചൊവ്വയിൽ നിന്നും രാഹുവിലേക്ക് പ്രവേശിക്കുന്ന സമയമാ. അതങ്ങനെ വരുമ്പോ കുജരാഹു സന്ധി, അതൊരു മരണസന്ധിയാ. അതായത് അന്ന് മോന് വരേണ്ട അപകടമാണ് മോന്റെ അച്ഛനുണ്ടായത്. അതിലും വലിയ അപകടമല്ലമ്മേ എനിക്കുണ്ടായത്. ഞാൻ അതിനുശേഷം ഈ വീൽ ചെയറിലായി. എന്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും മോന് ഞാൻ തന്ന അയ്യപ്പ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് മോനും അച്ഛനൊപ്പം പോവാതിരുന്നത്. അങ്ങനെ പോകുന്നതായിരുന്നു നല്ലതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴോ? ഇപ്പൊ അങ്ങനൊരു തോന്നലില്ലേ മോനെ? എന്ന് ചോദിച്ചാ ഇപ്പോഴെന്റെ ജീവിതത്തില് മഹാലക്ഷ്മി പോലൊരു പെൺകുട്ടി കടന്നു വന്നു. അതിനുശേഷം എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ തോന്നുമേ. മോൻ ജീവിക്കും ഒരുപാട് കാലം. അതിനിടയിൽ മോനും മോന്റെ ഭാര്യയും ആഗ്രഹിച്ചതൊക്കെ നടക്കുകയും ചെയ്യും. മഹാലക്ഷ്മി കാണുന്നത് ഈ അമ്മയെ തന്നെ ആയിരിക്കോ? അത് അമ്മയ്ക്കൊപ്പം എനിക്കൊരു ഫോട്ടോ എടുക്കണം. അയ്യോ, അതൊന്നും വേണ്ട മോനെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കോ. അനന്തു, ദാ നീ ഒരു ഫോട്ടോ എടുക്ക. വേണ്ട മോനെ, ഞാൻ ഇങ്ങനെ ഫോട്ടോയ്ക്കൊന്നും നിന്നു കൊടുക്കാറില്ല. എന്നാ ഇന്ന് നിൽക്കണം. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. എന്നാ പിന്നെ ഞാൻ വാശി പിടിക്കുന്നില്ല. എന്നാ എടുത്തോ. എടുക്ക. അമ്മയുടെ തനിച്ചൊരു ഫോട്ടോ കൂടി. അമ്മയുടെ ഒന്ന് മാറി നിൽക്കൂ. ഓക്കെടാ. ഭഗവാൻ വിളിക്കുന്നു. മണി മുഴങ്ങിയത് കേട്ടില്ലേ? ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. ശരി. പോവാം. മഹാലക്ഷ്മി മോൾ ആകെ സങ്കടത്തിലാ. എങ്കിലും എനിക്കൊരു സമാധാനമുണ്ട്. ലോകത്താരാ മോളെ തള്ളിപ്പറഞ്ഞാലും ഈ മോൻ തള്ളിപ്പറയില്ല. എത്തിയോ? അമ്പലത്തിലൊക്കെ പോയായിരുന്നോ? പോയിരുന്നു. അവിടെ പോയപ്പോ ഒരു അത്ഭുതം നടന്നു. എന്താ? എനിക്കൊരു അയ്യപ്പ വിഗ്രഹം തന്ന ഒരമ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ അമ്മ ഇന്ന് എന്റെ അരികിലേക്ക് വന്നു. ആ അമ്മയും താൻ മിക്കപ്പോഴും കാണുന്ന അമ്മയും ഒരാളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. അങ്ങനെയെങ്കിലേ ഇന്നത്തോട് ആ സംശയത്തിന് ഒരു അവസാനം ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. അതെന്താ അങ്ങനെ? ഞാനും അനന്തും കൂടി ആ അമ്മയുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അമ്മയുടെ ഒറ്റയ്ക്ക് എടുത്തു. ഞാനും അമ്മയും കൂടി ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോയും അനന്തിനെ കൊണ്ട് അടുപ്പിച്ചു. നോക്കട്ടെ.
ഇതിലൊന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എന്നാ ഞാനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ നോക്കിയേ. ഇതില് കണ്ണേട്ട മാത്രല്ലേ ഉള്ളൂ, ആ അമ്മയില്ലല്ലോ. ഇല്ലേ? അതെന്താ? നോക്കട്ടെ. ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.